നമസ്കാരം. ഞാൻ ബിജീഷ് വള്ളൂർ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജീഷ് വള്ളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി. ഇപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളായാലും നിഫ്റ്റീനെയും ബാങ്ക് നിഫ്റ്റീനെയും നമുക്ക് എങ്ങനെയാണ് വളരെ കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ടത്, എന്താണ് കറണ്ട് ഒരു സെൻറ്റിമെൻറ്റിൽ കറണ്ട് ഒരു ട്രെൻഡ്, നമുക്കത് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്. അപ്പോൾ നിഫ്റ്റി നമുക്ക് നോക്കാം. നിഫ്റ്റിയിലും അതിൽ മുൻപ് തന്നെയായാലും ഇന്നത്തെ മാർക്കറ്റിൽ ഒരു മൊമെൻറ്റം നോക്കുക. ഇന്നത്തെ മാർക്കറ്റ് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. പക്ഷേ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നമ്മളൊരു എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്, മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് സപ്പോർട്ടിനോ റെസിസ്റ്റൻസിനോ താഴെയാണോ മുകളിലാണോ എന്ന് ശ്രദ്ധിക്കുക. 22,060 നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ റെസിസ്റ്റൻസ് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് റെസിസ്റ്റൻസിന്റെ ഉപയോഗം ഇവിടെയാണ് നമ്മൾ വരുന്നത്. അതായത് റെസിസ്റ്റൻസിന്റെ താഴെ നമ്മളെപ്പോഴും ഷോർട്ട് സെല്ലിന് മാത്രമാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. ഒരിക്കലും ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകരുത്. ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകണമെങ്കിൽ റെസിസ്റ്റൻസിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം. റെസിസ്റ്റൻസിന് മുകളിൽ ഓപ്പൺ ചെയ്ത് അതിന് മുകളിൽ ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ മാത്രമാണ് നമ്മളൊരു ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകേണ്ടത്. അതിനുശേഷം അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് അത് വളരെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്ത് പോയി. അതിനുശേഷം അതിലും നിഫ്റ്റി ആയാലും ഒരു വോളറ്റൈൽ മൂവ്മെൻ്റ് ആണ്, ഒരു ബോത്ത് സൈഡിലേക്ക് ഉള്ളൊരു മൊമെൻറ്റം. പക്ഷെ ട്രെൻഡിലായിരുന്നു മാർക്കറ്റിൽ നിഫ്റ്റി അവസാനത്തെ ഒരു സെക്ഷൻ വരെ നിലനിർത്തിയിരുന്നത്. അപ്പോൾ നിഫ്റ്റിയിലും ഈ ഒരു ട്രെൻഡ് നമുക്ക് വരും ദിവസങ്ങളിൽ നിഫ്റ്റിയുടെ ഈ ഒരു ട്രെൻഡ് നമുക്ക് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, സപ്പോർട്ട് റെസിസ്റ്റൻസ്. അപ്പോൾ നിഫ്റ്റിയുടെ ആയാലും റെസിസ്റ്റൻസ് പറയുന്നതിനെക്കാട്ടി മുൻപ് തന്നെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇതിൽ നിഫ്റ്റിയിലും ആ ഒരു വലിയൊരു ഫാള് വന്നൊരു സമയത്ത് നിഫ്റ്റിയിൽ നിന്ന് സെല്ല് ആക്റ്റീവ് ആയിട്ടുണ്ട്, ഫാള് വന്നിട്ടുണ്ട്. പക്ഷേ സെല്ലിന്റെ സ്റ്റോപ്പ് ലോസ് 21,834 കീപ്പ് ചെയ്യണം നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതായത് 21,834 മുകളിലേക്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്താൽ ഷോർട്ട് സെൽ അഗ്രസീവായിട്ട് യൂട്ടിലൈസ് ചെയ്യരുത്. അതിനുശേഷം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈയുടെ ഒരു മൊമെന്റ് ആയിരുന്നു മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്നായാലും വലിയൊരു ഗ്യാപ്പ് അപ്പ് വന്നു. അതിനുശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്. ഇപ്പൊ നിഫ്റ്റി നിലനിൽക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്ന ഒരു കൺസോൾട്ടേഷനിലാണ് നിലനിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ബോത്ത് സൈഡിലേക്ക് ഒരു മൊമെന്റം, ബോത്ത് സൈഡിലേക്കുള്ള ഒരു പ്രോബബിലിറ്റി പോലെ നിഫ്റ്റി വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ട്രെൻഡ് ആയാലും എപ്പോൾ ചേഞ്ച് ആകും, ഓരോ ദിവസത്തെ ഒരു വീഡിയോ കാണുക. റൈറ്റ് സമയത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. റൈറ്റ് മാർക്കറ്റിന്റെ ഒരു സിറ്റുവേഷൻ നോക്കിക്കൊണ്ട് മാർക്കറ്റിലെ കറക്റ്റ് ട്രെൻഡ് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ നിഫ്റ്റി ആയാലും ഇപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റിയിലും ലോവർ ലെവലിലെ ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ഏതാണ്, ഹയർ ലെവലിലെ റെസിസ്റ്റൻസ് ഏതാണ്. ഇപ്പോൾ നിഫ്റ്റിയിലും വരും ദിവസത്തിൽ മാനേജ് ചെയ്യുമ്പോൾ 21,980 ശ്രദ്ധിക്കുക. 980 ഈ ഒരു ലെവലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 980 ഒരു മുകളിലാണെങ്കിൽ ബൈരോ ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈമിന്റെ ഹൈ ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ബൈരോ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കുക, 22,010 ഇവിടെ തൊട്ട് മുകളിൽ തന്നെ റെസിസ്റ്റൻസ് ഉണ്ട്. ഒരു 30 പോയിന്റ് റേഞ്ചിൽ തന്നെ റെസിസ്റ്റൻസ് ഉണ്ട്. ഇതിന്റെ മുകളിലേക്കും കൂടി സസ്റ്റെയിൻ ചെയ്താലാണ് സ്ട്രെങ്ത് മാർക്കറ്റിൽ കിട്ടുക. ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി 21,980 താഴെ ഒരു ക്യാനിൽ ക്ലോസ് ചെയ്താൽ നിങ്ങൾ ഏത് ടൈം ഫ്രെയിമാണ് ഏത് ടൈം ഫ്രെയിമാണ് ഫോളോ ചെയ്യുന്നത്, 5 മിനിറ്റ് ആണെങ്കിൽ 5 മിനിറ്റ് ഒരു ക്യാനിൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ലോവർ ലെവൽ 21,885 സപ്പോർട്ട് വരുന്നത്. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും സപ്പോർട്ടിലാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി അഗ്രസീവായിട്ട് യൂട്ടിലൈസ് ചെയ്യരുത്. സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാതെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. സപ്പോർട്ടിന്റെ ഒരു താഴെയാണ് ഓപ്പൺ ചെയ്യുന്നത്, അതായത് റെസിസ്റ്റൻസിന്റെ ഒരു താഴെയാണ് ഓപ്പൺ ചെയ്യുന്നത്, ഷോർട്ട് സെല്ലിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. പക്ഷെ റെസിസ്റ്റൻസിന്റെ മുകളിൽ സ്റ്റോപ്പ് ലൂസ് പ്ലേസ് ചെയ്തുകൊണ്ടായിരിക്കണം ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി. ഈ ഒരു ലെവലായാലും 21,824 ഈ ലെവല് നിഫ്റ്റി ഹോൾഡ് ചെയ്തുകൊണ്ട് 885 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റണം. ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ. ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, റെസിസ്റ്റൻസിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇൻ കേസ് ഈ രണ്ട് റേഞ്ചിന്റെ ഇടയിലാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് ബൈസിന്റെ ലെവലിലേക്ക് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഹയർ ലെവൽ 21,980 സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് ബൈയിലേക്ക് ഉള്ളൊരു സാധ്യത. പക്ഷെ ഇതിന്റെ ഒരു മുകളിൽ നിലനിൽക്കുമ്പോൾ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്ന രീതിയിൽ മാത്രം ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. പക്ഷെ സ്റ്റോപ്പ് ലോസ് ഇതിന്റെ താഴെ ഒരു ക്യാനിൽ ക്ലോസ് ചെയ്താൽ ഒരു കാരണവശാലും ബൈയുടെ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യരുത്. കാരണം ഈ ഒരു ലെവല് കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് ലെവലാണ്. അപ്പോൾ നിഫ്റ്റിയിലും ഓപ്പൺ ചെയ്തിരുന്നത് പറയുന്ന ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ഷോർട്ട് സെന്റർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ലോവർ ലെവൽ അടുത്ത സപ്പോർട്ട് 21,720 ലോവർ ലെവൽ അടുത്തൊരു സപ്പോർട്ട് വരുന്നത്. അപ്പോൾ നിഫ്റ്റിയിലായാലും
ഇതനുസരിച്ച് ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. ഇതിന് താഴെയുള്ള സപ്പോർട്ട് ലെവലുകൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസ് ശ്രദ്ധിക്കുക. എക്സാക്റ്റ് ആയിട്ട് ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ലോവർ ലെവൽ, ഹയർ ലെവലിലേക്ക് വേറെ ലെവലുകൾ ഇല്ല. 21,980 മുകളിൽ പോസിറ്റീവ് സെന്റിമെന്റ്. ഇതേ രീതിയിൽ ട്രേഡുകൾ മാനേജ് ചെയ്യുക. പക്ഷെ ഇതിന്റെ താഴത്തേക്ക് വന്നാൽ മാത്രം റിവേഴ്സ് ആകുന്ന രീതിയിൽ ട്രേഡുകൾ മാനേജ് ചെയ്യുക. ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും ഓപ്പൺ ചെയ്തത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. റെസിസ്റ്റൻസ് 45,912 ഇന്ന് നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസ് ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഒരു താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട് സെൻ്റെ ഓപ്പർച്യൂണിറ്റി ആണ്. റൈറ്റ് ആയിട്ട് അവിടുന്ന് ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ കിട്ടി. ഇന്ന് ബാങ്ക് നിഫ്റ്റി എക്സ്പയറി ഡേ ആയിരുന്നു. റൈറ്റ് ഒരു ഓപ്പർച്യൂണിറ്റി ആണ് അത് കിട്ടിയിരുന്നത്. എക്സാക്റ്റ് ആയിട്ട് അടുത്തൊരു സപ്പോർട്ട് വരാം. കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന സപ്പോർട്ട് ശ്രദ്ധിക്കുക, 45,600. അപ്പോൾ നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് നൽകുന്നത് നോക്കുക. സപ്പോർട്ട് റെസിസ്റ്റൻസ് അത് വർക്ക് ചെയ്യുകയാണെങ്കിൽ എക്സാക്റ്റ് ആയിട്ട് പറയുന്ന രീതിയിൽ അത് വർക്ക് ചെയ്യും. നമ്മൾ വേറൊരു ലെവൽ, ഇവിടെ സപ്പോർട്ട്, ഈ ഒരു ലെവലിൽ സപ്പോർട്ട്, ഈ ഒരു ലെവലൊന്നും സപ്പോർട്ട് പറഞ്ഞിട്ടില്ല. നമ്മൾ ഈ ഒരു സപ്പോർട്ട് പിന്നെ ഈ ഒരു സപ്പോർട്ടാണ് നമ്മളത് സൂചിപ്പിച്ചത്. അപ്പോൾ റൈറ്റ് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് ഫോളോ ചെയ്താൽ എക്സാക്റ്റ് ആയിട്ട് വലിയൊരു മൊമെന്റം, വലിയൊരു മൂവ്മെന്റുകളൊക്കെ നമുക്കത് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും ബൗൺസ് ചെയ്തു റെസിസ്റ്റൻസ് ഏരിയയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതനുസരിച്ച് നമുക്ക് വരും ദിവസങ്ങളിലെ ട്രേഡിംഗ് പ്ലാൻ ചെയ്യാം. വരും ദിവസങ്ങളിൽ ബാങ്ക് നിഫ്റ്റി നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ ഈ ക്യാൻഡിൽ ക്ലോസിങ് തെറ്റാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ബാങ്ക് നിഫ്റ്റിയുടെ ക്ലോസിങ് 45,818 ഈ ഗ്രാഫിൽ അപ്ഡേറ്റ് ആയിട്ടില്ല. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കുക, 46,060 റെസിസ്റ്റൻസ്. 60ന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലും ബൈരെ സെന്റിമെന്റിലാണ് അടുത്ത റെസിസ്റ്റൻസും ഓർത്ത് വയ്ക്കുക. 46,250 ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും 46,060 താഴെയാണെങ്കിൽ ഷോർട്ട് സെല്ലിനാണ് സാധ്യത. ബൈര ഓപ്പർച്യൂണിറ്റി ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം. ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈം ഫ്രെയിലോ വലിയ ടൈം ഫ്രെയിലോ കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം. ഇന്ന് നൽകിയിരിക്കുന്ന അതേ സപ്പോർട്ട് തന്നെയാണ് വരും ദിവസങ്ങളിൽ സപ്പോർട്ട് ആകുന്നത്. 45,610 45,610 വിട്ട് കഴിഞ്ഞാൽ അടുത്തൊരു സപ്പോർട്ട് വരുന്നത് 45,250 വരുന്നത്. 45,300 വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, 45,300 സപ്പോർട്ട് വരുന്നത്. അതിനുശേഷം അടുത്തൊരു സപ്പോർട്ട് വരുന്നത് 45,030 സപ്പോർട്ട് വരുന്നത്. ായിട്ട് സപ്പോർട്ട് അനുസരിച്ച് ട്രേഡ് ചെയ്താൽ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡിൽ നിങ്ങൾക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കും. വരും ദിവസങ്ങളായാലും നിഫ്റ്റിയിൽ ട്രെൻഡിൽ നിലനിൽക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം വരും ദിവസം ഒരു അപ്ഡേറ്റ് ശ്രദ്ധിക്കുക. മാർക്കറ്റിന്റെ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ്, മൊമെന്റം, ഇതൊക്കെ നമുക്ക് വരും ദിവസത്തെ വീഡിയോസിൽ കാണാം. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരുടെയും വിലയേറിയ ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.